Hello Ranjit Bajaj ji. I think you might be not seeing this video, but usually, first of all, my name is Andapan and this is Andapan Talkies, and I am a Malayali podcaster who do sports contents. And I took today to post this video because it's Independence Day of our country, and I think I should post this as a tribute to you because you made us proud. You made to think or to rethink as an Indian football fan that it's not impossible to be in the World Cup or to be in the world competition of the football by us in a day, very, very, very soon or not. And I have to say, Jai Hind, Jai Indian football, and thank you, Ranjit Bajaj ji, for setting the game free. ഗൈസ്, അപ്പം നമ്മുടെ കണ്ടൻസിൽ ഇത്രയും ഞാനിത് ആദ്യം പറഞ്ഞത് whoever is seeing this video should understand what I was trying to say. So welcome to Andapan Talkies podcast. യെസ് ഗൈസ്, ഇന്ന് ഓഗസ്റ്റ് 15 ആൻഡ് ഈ ഇൻഡിപെൻഡൻസ് ഡേയിൽ എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനതിനെ ഓവറാക്കി ചളവാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു രീതിയിലൊന്നുമല്ല. ഞാൻ ഇന്ത്യൻ ഫുട്ബോൾ പാർട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു റീൽസിൽ. സോ ആ റീൽസിൽ ചെയ്ത സമയത്തൊക്കെ ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ഓൺലി ദ നെഗറ്റീവ്സ് ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ. ഫെഡറേഷൻ്റെ കാര്യം, മറ്റ് സംഭവങ്ങൾ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഫുട്ബോളിൽ സംഭവിക്കുന്ന നെഗറ്റീവ്സ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ദിസ് മാൻ രഞ്ജിത്ത് ബജാജ് is being an example. Like, one man can make a difference. Can he? Yes, he did. He proved. So it is possible. Nothing is impossible. And see, he took 56 lakhs from his wife's gold as loan to take these kids to have a tour in the world football and prove all these people that we are capable of beating heavyweight nations like this. And he just did it. And I think this day should be celebrated, or should be something like we have to thank this guy. എനിക്കറിയാം, ഞാൻ ഒത്തിരി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. കാര്യം ഇത് എല്ലാവരും കാണണം, മനസ്സിലാക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. ഈ ദിവസം നമ്മൾ മലയാളീസ്, ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തൂല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ 56 ലക്ഷത്തിൽ കൂടുതൽ ലോൺ എടുത്ത്, അത് വൈഫിൻ്റെ ഗോൾഡ് വെച്ചിട്ട് ലോൺ എടുത്തിട്ട് ഈ പിള്ളേരെ, മിനർവ FC പിള്ളേരെ ഈ കണ്ട ലോകത്തെ ഏറ്റവും കിട്ടില്ലൻ ടൂർണമെൻറ്റുകളിലേക്ക് കൊണ്ടുപോയി കപ്പടിച്ച്, അതും ട്രിപ്പിളാണ്, 3 അടിച്ചിട്ട് കൊണ്ടുവന്നേക്കണത്. അത് മീൻസ് സ്റ്റൈൽ ബീറ്റിംഗ് എവ്രി വൺ. ലൈക്ക്, അവരൊന്നും ഫുട്ബോൾ കളിക്കാനേ കൊള്ളൂല എന്നുള്ള രീതിയിൽ അവരെയൊക്കെ അടിച്ച് തോപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. വി ഹാവ് ടു റെസ്പെക്ട് ദിസ് ഗായ്, ആൻഡ് ഐ തിങ്ക് ദിസ് ഡേ ഷുഡ് ബി സെലിബ്രേറ്റഡ് വിത്ത് ഹിം. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഐ ഫെൽറ്റ് ലൈക്ക് ഒരു ഫുട്ബോൾ ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ഇത് പുള്ളിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ആൻഡ് അഗെയിൻ ഐ എം സെയിങ്, ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. This man have shown us, like, very soon India can do anything in football. Let's wait and see. So guys, നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ just do subscribe, share and like, and whatever you feel about this content, do comment below. Thank you.